മലയാളം കമ്പ്യൂട്ടിംഗ് ക്ലാസ് 3 എല്ലാവർക്കും സ്വാഗതം. ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർസ് യൂസ്ഡ് ഇൻ മലയാളം കമ്പ്യൂട്ടിംഗ്. മലയാളം കമ്പ്യൂട്ടിംഗ് നമുക്ക് ഒരു സാധാരണ കമ്പ്യൂട്ടർ ചെയ്യണമെങ്കിൽ നമുക്കത് ഏതൊക്കെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം, ആ സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ഇൻ്റർഫേസ്, അതാണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോഫ്റ്റ്വെയർസ് യൂസ്ഡ് ഇൻ മലയാളം കമ്പ്യൂട്ടിംഗ്. For typing Malayalam using computers, GIST ISM plus MS Word. ഇതാണ് ഒരു കോമ്പിനേഷൻ. അടുത്ത സോഫ്റ്റ്വെയർ iLeap മൾട്ടിലിംഗ്വൽ വേർഡ് പ്രോസസ്സർ. ഇത് രണ്ടുമാണ് പൊതുവെ കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. ഒന്ന് GIST ISM പ്ലസ് MS Word. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു ISM സോഫ്റ്റ്വെയർ ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ MS Word കൂടെ ചേർന്ന് യൂസ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള iLeap മൾട്ടിലിംഗ്വൽ വേർഡ് പ്രോസസർ എന്ന് പറഞ്ഞ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ തന്നെയുണ്ട്. ഈ രണ്ട് രീതിയിലും നമുക്ക് കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് GIST ISM-ഉം MS Word-ഉം കൂടെയുള്ളൊരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ iLeap എന്ന് പറയുന്ന മൾട്ടിലിംഗ്വൽ വേർഡ് പ്രോസസ്സറിന്റെ കോമ്പിനേഷൻ. അതിൽ നമുക്കാദ്യം GIST ISM നോക്കാം. GIST ISM from CDAC. GIST is the acronym for Intelligent Script Manager. GIST ISM എന്ന് പറയുന്നത് CDAC ഡെവലപ്പ് ചെയ്തതാണ്. GIST ISM അതിൽ ISM എന്നുള്ളത് ഇന്റലിജന്റ് സ്ക്രിപ്റ്റ് മാനേജർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. This software consists of aesthetic Indian language fonts and tools that requires to start working with Indian languages on computers. ഇപ്പോൾ CDAC GIST ISM ഡെവലപ്പ് ചെയ്തത് ഇന്ത്യക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പല റീജിയണൽ ലാംഗ്വേജസും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഉള്ള ഒരു റീജിയണൽ ലാംഗ്വേജാണ് നമ്മളെ മലയാളവും. അപ്പം മലയാളം കൂടാതെ തമിഴ്, ഗുജറാത്തി, മറാത്തി തുടങ്ങിയ മിക്കവാറും എല്ലാ റീജിയണൽ ഇന്ത്യൻ ലാംഗ്വേജസും ഈ GIST സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ISM supports Unicode and enhanced InScript. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിക്കോഡിനെ പറ്റി പറഞ്ഞു. ഈ GIST ISM സോഫ്റ്റ്വെയർ യൂണിക്കോഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വപ്പം കൂടി വിപുലീകൃതമായ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Select any languages to start typing in that particular language on any editor on all available Windows platforms 32-bit and 64-bit. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ CDAC ഡെവലപ്പ് ചെയ്ത GIST സോഫ്റ്റ്വെയറിൽ മലയാളം മാത്രമല്ല ഉള്ളത്, മലയാളമല്ലാതെ മറ്റ് പല ഇന്ത്യൻ ഭാഷകളും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം ഏത് ലാംഗ്വേജാണ് ടൈപ്പ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറിൽ 32 ബിറ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാണും, 64 ബിറ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. ഈ രണ്ട് തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഈ GIST ISM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട്സ് യൂണിക്കോഡ് ഡാറ്റ ആൻഡ് ഓപ്പൺ ടൈപ്പ് ഫോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് യൂണിക്കോഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ന് ഏറ്റവും വിപുലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഫോണ്ടാണ് ഓപ്പൺ ടൈപ്പ് ഫോണ്ട്. അതിനെയും GIST ISM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GIST ISM-ന്റെ യൂസ് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. Allows typing of new Unicode value of rupee symbol. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ രൂപയുടെ ഒരു സ്റ്റാൻഡേർഡ് സിമ്പൽ ഉണ്ട്, അത് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂണിക്കോഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് GIST ISM-ൽ. Support for popular script specific keyboard layouts like InScript typewriter.
ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലേഔട്ടാണ് ഇൻസ്ക്രിപ്റ്റ്. അതേപോലെ പണ്ടത്തെ ടൈപ്പ് റൈറ്റിംഗ് അറിയാമെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ടറിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ടൈപ്പ് റൈറ്റർ കീബോർഡ് ലേഔട്ട്. ഈ രണ്ട് കീബോർഡ് ലേഔട്ടും ജിസ്റ്റ് ISM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടൈപ്പ് റൈറ്റർ കമ്പ്യൂട്ടർ ലേഔട്ടും ജിസ്റ്റ് ISM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. enables typing with Indian languages, namely Assamese, Bangla, Boro, Dogri, Gujarati, Hindi, Kannada, കാശ്മീരി തന്നെ രണ്ട് തരത്തിലുണ്ട്. ദേവനഗരി സ്ക്രിപ്റ്റും ഉണ്ട്, പേർസോ അറബിക് സ്ക്രിപ്റ്റും ഉണ്ട്, കൊങ്കണി, മലയാളം, മണിപ്പൂരിന് ബംഗാളി സ്ക്രിപ്റ്റും ഉണ്ട്, മീതമൈക് സ്ക്രിപ്റ്റും ഉണ്ട്, മറാത്തി, മൈഥിലി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സന്താലി, ദേവനഗരി സ്ക്രിപ്റ്റും ഉണ്ട്, സന്താലി, ഓൾഡ് ചിക്കി സ്ക്രിപ്റ്റും ഉണ്ട്, സാൻസ്ക്രിറ്റ്, സിന്ധിയൻ ദേവനഗരി ഉണ്ട്, പേർഷ്യ അറബിക് ഉണ്ട്, തമിഴ്, തെലുങ്ക്, ഉറുദു. പിന്നെ ഒരുപാട് ഭാഷകൾ ജിസ്റ്റ് ISM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജിസ്റ്റ് ISMന്റെ ഇനിഷ്യൽ സ്ക്രീനാണ്. ഈ കാണുന്നതാണ് ജിസ്റ്റ് ISMന്റെ ഇനിഷ്യൽ സ്ക്രീൻ. അതിനകത്ത് മെനു ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫയൽ ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്. ഇത് നമ്മൾ എല്ലാ മെനു നോക്കാൻ പോകുന്നില്ല. ബേസിക്കലി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില മെനുസ് നമ്മൾ നോക്കും. അപ്പൊ ഇതാണ് ഒരു ജിസ്റ്റ് ISMന്റെ ഇനിഷ്യൽ സ്ക്രീൻ. ഇനി നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഈ ജിസ്റ്റ് ISMനെ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. സെറ്റിംഗ് സ്ക്രിപ്റ്റ് ആസ് മലയാളം ഇൻ ജിസ്റ്റ് ISM. സെറ്റിംഗ് സ്ക്രിപ്റ്റ് ആസ് മലയാളം ഇൻ ജിസ്റ്റ് ISM. ആൻഡ് ഇനിഷ്യൽ ഇന്റർഫേസിൽ നമുക്ക് സ്ക്രിപ്റ്റ് ഫയൽ മെനു നോക്കി കഴിഞ്ഞാൽ ഫയൽ ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്. അതിൽ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്ന് മൗസ് പോയിന്റർ മൂവ് ചെയ്ത് സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ മലയാളം. ഈ മലയാളം സെലക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു കീ കോമ്പിനേഷനും ഉണ്ട്. കൺട്രോളും ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിലെ F9 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ സ്ക്രിപ്റ്റ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ മലയാളത്തിൽ കൊണ്ടുവന്ന് ടിക്ക് ചെയ്യുക. അപ്പം ഇത് ആക്റ്റീവ് ആയോ എന്നറിയാൻ വേണ്ടി അതിൻ്റെ ഇടതുവശത്ത് ഒരു ടിക്ക് മാർക്ക് വരും. ഇതൊരു ടോഗിൾ സ്വിച്ച് പോലെയാണ്. വീണ്ടും നമ്മൾ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടിക്ക് മാർക്ക് പോകും. അപ്പം സ്ക്രിപ്റ്റ് മലയാളം. അല്ലെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട്. കൺട്രോളും ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിലെ F9 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ജിസ്റ്റ് ISMനകത്ത് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അടുത്തത് സെലക്ടിങ് ദി കീബോർഡ് ഇൻ ജിസ്റ്റ് ISM. സെലക്ടിങ് ദി കീബോർഡ് ഇൻ ജിസ്റ്റ് ISM. നമ്മൾ നേരത്തെ പറഞ്ഞു പലതരം കീബോർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കീബോർഡാണ്. അപ്പോൾ ജിസ്റ്റ് ISMൽ എങ്ങനെ കീബോർഡ് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. വീണ്ടും നമ്മുടെ പഴയ മെനുവിലോട്ട് തന്നെ പോകുന്നു. അതിൽ മെയിൻ മെനുവിൽ തന്നെ ഫയൽ, സ്ക്രിപ്റ്റ്, സെറ്റിംഗ്സ് കഴിഞ്ഞിട്ട് കീബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നേരെ മൗസ് പോയിന്റർ മൂവ് ചെയ്ത് കീബോർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ ഏറ്റവും ആദ്യത്തെ ചോയ്സ് ആണ് ഇൻസ്ക്രിപ്റ്റ്. അപ്പം നേരെ ഇൻസ്ക്രിപ്റ്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ ആക്റ്റീവ് ആണെന്ന് അറിയണമെങ്കിൽ ആ മെനുവിൽ ഇൻസ്ക്രിപ്റ്റിന്റെ ഇടതുവശത്ത് ഒരു ടിക്ക് മാർക്ക് കാണും. ഇടതുവശത്ത് ഒരു ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ സോഫ്റ്റ്വെയർ ഇപ്പം ആക്റ്റീവ് ആണെന്നാണ്. മെയിൻ മെനുവിലോട്ട് പോവുക, കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ ഇൻസ്ക്രിപ്റ്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്ക്രിപ്റ്റിന്റെ ഇടതുവശത്ത് ഒരു ടിക്ക് മാർക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇൻസ്ക്രിപ്റ്റ് ആക്റ്റീവ് ആക്കി. അടുത്തത് സെറ്റിംഗ് ദി ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് ഇൻ ജിസ്റ്റ് ISM. സെറ്റിംഗ് ദി ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് ഇൻ ജിസ്റ്റ് ISM എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. പല
ഒക്കേഷൻസിലും നമുക്ക് ചിലപ്പം ഇടയ്ക്ക് മാറി ഇംഗ്ലീഷിലോട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളവിടെ നമ്മളെ റീജിയണൽ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി ഒരു സ്വിച്ച് കീ നമ്മൾ സെലക്ട് ചെയ്യും. ആ സ്വിച്ച് കീയെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സെറ്റിംഗ് ദി ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് ഇൻ ജിസ്റ്റ് ISM. വീണ്ടും ഞാൻ സ്വിച്ച് കീയുടെ ഇമ്പോർട്ടൻസ് പറയാം. ഇപ്പം കംപ്ലീറ്റ് മാറ്ററും ഫുള്ളായിട്ട് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അവിടെ സ്വിച്ച് കീയുടെ പ്രസക്തി കുറവാണ്. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മലയാളം ടൈപ്പ് ചെയ്യണം, അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടും മലയാളത്തിൽ നിന്ന് തിരിച്ച് ഇംഗ്ലീഷിലോട്ടും നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ സ്വിച്ച് കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിസ്റ്റ് ISMനകത്ത് എങ്ങനെയാണ് സ്വിച്ച് കീ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സെറ്റിങ്സിനകത്ത് ഇൻസ്ക്രിപ്റ്റ് ഇംഗ്ലീഷ് സ്വിച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം മൗസ് പോയിന്റർ മൂവ് ചെയ്യുക, സെറ്റിംഗ്സിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇൻസ്ക്രിപ്റ്റ് ഇംഗ്ലീഷ് സ്വിച്ച്, അത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഇൻസ്ക്രിപ്റ്റ് ഇംഗ്ലീഷ് സ്വിച്ച് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അവിടെ കൊണ്ടുവന്നേക്കും അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു സബ് മെനു വരും. അതിൽ നമ്പർ ലോക്ക് എന്ന് പറഞ്ഞ പേര് കാണും, ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞ പേര് കാണും, സ്ക്രോൾ ലോക്ക് എന്നുള്ള പേര് കാണും. ഇവിടെ സാധാരണ നമ്മൾ സ്ക്രോൾ ലോക്കാണ് പലപ്പോഴും സ്വിച്ച് കീ ആയിട്ട് സെറ്റ് ചെയ്യാറുള്ളത്. നേരെ സ്ക്രോൾ ലോക്കിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രോൾ ലോക്ക് സ്വിച്ച് കീ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രോൾ ലോക്ക് ഒന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് ഇടത് വശത്ത് ഒരു ടിക്ക് മാർക്ക് വരും. ആദ്യം മൗസ് പോയിന്റർ മൂവ് ചെയ്യുക, സെറ്റിംഗ്സിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇൻസ്ക്രിപ്റ്റ് ഇംഗ്ലീഷ് സ്വിച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വലതുവശത്തോട്ടൊരു ആരോ പോയിന്ററും കാണും. ആ ഇൻസ്ക്രിപ്റ്റ് ഇംഗ്ലീഷ് സ്വിച്ചിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം വലതുവശത്ത് ഒരു സബ് മെനു വരും. ആ സബ് മെനുവിൽ സ്ക്രോൾ ലോക്കിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ശരിക്കും സ്ക്രോൾ ലോക്കോ ഒന്നുകിൽ സ്ക്രോൾ ലോക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ലോക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് സ്ക്രോൾ ലോക്കാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിസ്റ്റ് ISM വെച്ച് ഇനി നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൗ ടു ടൈപ്പ് മലയാളം. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇത്രയും സെറ്റിംഗ് ചെയ്തതിന് ശേഷം ആ ജിസ്റ്റ് ISM വിൻഡോ മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ജിസ്റ്റ് ISM വിൻഡോ. അപ്പം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ജിസ്റ്റ് ISM വിൻഡോയിൽ നമ്മൾ ലാംഗ്വേജ് ആദ്യം ചൂസ് ചെയ്തു, മലയാളം. അത് കഴിഞ്ഞ് നമ്മൾ കീബോർഡ് ഇൻസ്ക്രിപ്റ്റിൽ നിന്ന് കീബോർഡ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് കീ ചൂസ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ജിസ്റ്റ് ISM വിൻഡോ നമ്മൾ മിനിമൈസ് ചെയ്യുക. ക്ലോസ് ചെയ്യരുത്, മിനിമൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ ജിസ്റ്റ് ISM വിൻഡോയിൽ സ്വിച്ച് കീ ആയിട്ട് സ്ക്രോൾ ലോക്കാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കീബോർഡിൽ സ്ക്രോൾ ലോക്ക് എന്ന് പറഞ്ഞ കീ ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് സ്ക്രോൾ ലോക്ക് ഇൻ കീബോർഡ്. അപ്പം ആ കീബോർഡിൻ്റെ പാനലിൽ ഒരു പച്ച ലൈറ്റ്, സ്ക്രോൾ ലോക്കിൻ്റെ അവിടെയുള്ള പച്ച ലൈറ്റ് കത്തും. നമ്മൾ സ്വിച്ച് കീയിൽ സ്ക്രോൾ ലോക്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ലോക്ക് ആക്ടിവേറ്റ് ആക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ജിസ്റ്റ് മാത്രം വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജിസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ് പ്രോസസ്സറും കൂടി യൂസ് ചെയ്യണം. ആ വേർഡ് പ്രോസസ്സറിലാണ് നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ MS വേർഡാണ് വേർഡ് പ്രോസസ്സറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പൺ എ ന്യൂ ഡോക്യുമെന്റ് ഇൻ MS വേർഡ്. MS വേർഡിൽ ഒരു ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. MS വേർഡിനകത്ത് ഫോണ്ട് ബോക്സ് ഉണ്ട്. ആ ഫോണ്ട് ബോക്സിൽ പോയിട്ട് ഇപ്പോൾ കൊടുക്കുന്ന ഇംഗ്ലീഷ് ഫോണ്ട് മാറ്റി ഏതെങ്കിലും മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുക. MLTT കാർത്തികയോ അക്ഷര കൈരളിയോ തൂലികയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MS വേർഡിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങാം. സ്റ്റാർട്ട് ടൈപ്പിംഗ് ഇൻ മലയാളം. ഇപ്പം ഇങ്ങനെയാണ് ജിസ്റ്റും MS വേർഡ് യൂസ് ചെയ്ത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി മലയാളം വേർഡ് പ്രോസസ്സിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിലോട്ട് പോവാം. iLeap is an intelligent, internet-ready Indian language word processor for Windows.
ലിസ്റ്റിനെക്കാളും സ്വല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വേർഡ് പ്രോസസ്സിംഗ് സെറ്റപ്പ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് iLeap. This is an independent application with a very simple user interface. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഇതിനകത്തുള്ളത്. സെൽഫ് എക്സ്പ്ലനേറ്ററി യൂസർ ഇന്റർഫേസ്. നമ്മൾ നേരത്തെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു, അതിനർത്ഥം തന്നെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൾട്ടി ലിംഗ്വൽ സ്പെൽ ചെക്കർ. പലപ്പോഴും ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, MS വേർഡ് പോലത്തെ വേർഡ് പ്രോസസ്സിനകത്ത് നമുക്ക് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും iLeapഉം ഇന്ത്യയിലുള്ള മലയാളം കൂടാതെ പല ഇന്ത്യൻ ഭാഷകളിലും ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പം പല ഭാഷയും സപ്പോർട്ട് ചെയ്യുന്ന സ്പെൽ ചെക്കിംഗ് ഫെസിലിറ്റി ഈ iLeapനകത്തുണ്ട്. ചോയ്സ് ഓഫ് കീബോർഡ് ലേഔട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട് ഉണ്ട്, ടൈപ്പ് റൈറ്റർ കീബോർഡ് ലേഔട്ട് ഉണ്ട്, ഇനി ശബ്ദമായിട്ട് ബന്ധപ്പെട്ട ഫോണറ്റിക് കീബോർഡ് ലേഔട്ട് ഉണ്ട്. ഇതിൽ ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്ക്രിപ്റ്റ് ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഏത് ലേഔട്ടാണോ വേണ്ടത് ആ ലേഔട്ട് തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഇതിനകത്ത് ഉണ്ട്. ചോയ്സ് ഓഫ് കീബോർഡ് ലേഔട്ട്. സെർച്ച് ആൻഡ് റീപ്ലേസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ്. പലപ്പോഴും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം പലപ്പോഴും ചില മാറ്റർ പിന്നെ അതിൽ ചില കീവേഡ്സ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും, റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു സാധാരണ വേർഡ് പ്രോസസ്സറിലുള്ള ഫെസിലിറ്റീസ് ആണ്. ആ ഫെസിലിറ്റീസ് ഒക്കെ ഈ iLeap എന്ന് പറയുന്ന വേർഡ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിനകത്തും ഉണ്ട്. iLeap സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്ക്രീനാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് iLeap സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇനിഷ്യൽ സ്ക്രീൻ. ഇനി നമുക്ക് അതിൻ്റെ iLeapന്റെ എഡിറ്റർ സ്ക്രീൻ എന്തോന്ന് നോക്കാം. എഡിറ്റർ സ്ക്രീൻ ഓഫ് iLeap. ഇതാണ് എഡിറ്റർ സ്ക്രീൻ. ഇതിൽ മോൾ ഭാഗത്ത് ഇടതുവശത്തായിട്ട് നമുക്ക് ഓൺ സ്ക്രീൻ മലയാളം കീബോർഡ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്ക്രിപ്റ്റ് പോലത്തെ കീബോർഡ് ലേഔട്ടൊക്കെ ഉണ്ട്. സ്പീഡ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ടിൽ ആ കീ കോമ്പിനേഷൻ നമുക്ക് അറിയണം. എന്നാൽ ഇതിനകത്ത് അധികം മലയാളം ടൈപ്പിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്കും താരതമ്യ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി വേറൊരു സംവിധാനമുണ്ട്. അതാണ് ഓൺ സ്ക്രീൻ കീബോർഡ്. മൗസ് യൂസ് ചെയ്ത് ഓരോ കീയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ആ അക്ഷരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന എഡിറ്റിംഗ് പാനലിലോട്ട് വരും. അപ്പം മുകളിൽ ഇപ്പം നമ്മൾ കാണുന്നത് ഓൺ സ്ക്രീൻ മലയാളം കീബോർഡാണ്. ആ താഴത്തെ ലോവർ പോർഷനിൽ കാണുന്ന അതാണ് ടൈപ്പിംഗ് ഏരിയ. അവിടെയാണ് നമ്മൾ ആക്ച്വലി ടൈപ്പ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ഭാഗങ്ങളാണ് എഡിറ്റർ സ്ക്രീനിൽ മെയിനായിട്ടുള്ളത്. ഒന്ന് മോഡലായിട്ട് നമ്മളെ ഓൺ സ്ക്രീൻ മലയാളം കീബോർഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ടൈപ്പിംഗ് ഏരിയ ഉണ്ട്. ഇനി iLeap നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. സെറ്റിംഗ് ഓഫ് iLeap. അതിനകത്ത് ടൂൾസ് നമ്മളെ മെനു നോക്കുകയാണെങ്കിൽ ഫയൽ ഉണ്ട്, എഡിറ്റ് ഉണ്ട്, വ്യൂ ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ലേഔട്ട് ഉണ്ട്, ടൂൾസ് അതിന് ഹെൽപ്പും ഉണ്ട്. അതിൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ടൂൾസിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നേരെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെനു വരും, ഓപ്ഷൻസ്. ഈ ഒറ്റ മെനുവിൽ കൂടെയാണ് നമ്മൾ ഇതിനകത്തുള്ള എല്ലാ സെറ്റിങ്സും ഈ ഒറ്റ മെനുവിൽ കൂടെ നമ്മൾ ചെയ്യും. ഡീഫോൾട്ട് ലാംഗ്വേജ് എന്നുള്ളടത്ത് അത് യൂസ് ചെയ്ത് നമുക്ക് ടു സെറ്റ് മലയാളം ആസ് ഡീഫോൾട്ട് ലാംഗ്വേജ്. അവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ, ആ ഡീഫോൾട്ട് ലാംഗ്വേജിൻ്റെ അവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ iLeapൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിൻ്റെ പേരിൽ കാണിക്കും. അതിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഏത് സെലക്ട് ചെയ്യുക, മലയാളം സെലക്ട് ചെയ്യുക. അങ്ങനെ മലയാളം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പിയറൻസ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടു സെറ്റ് മലയാളം ആസ് ഡീഫോൾട്ട് ലാംഗ്വേജ്. അപ്പോൾ ആദ്യം ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണ് നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. നമ്മുടെ എക്സാമ്പിളിൽ മലയാളം. അടുത്ത സ്റ്റെപ്പ് ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന MLTT കാർത്തിക എന്ന് പറഞ്ഞ ഫോണ്ടാണ്. അപ്പോൾ വീണ്ടും ഫോണ്ട് ബോക്സ് ഉണ്ട്. അതിൻ്റെ വലതുവശത്തെ ഡ്രോപ്പ് ഡൗൺ ആരോണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ഫോണ്ടും കാണിക്കും. ആ ഫോണ്ടിൽ നിന്ന് നമ്മൾ ഇപ്പം ഏത് മലയാളം ഫോണ്ടാണോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആ മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുക. അതാണ് ടു സെറ്റ് MLTT കാർത്തിക ആസ് ഫോണ്ട്. അടുത്ത് നമ്മൾ കീബോർഡ് ലേഔട്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ കീബോർഡ് ലേഔട്ട് ഉണ്ട്, ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ കീബോർഡ് ലേഔട്ട് ഉണ്ട്, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഫോണ്ടിക് എന്ന കീബോർഡ് ലേഔട്ട് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട് ആണ്. അപ്പം ആ കീബോർഡ് ലേഔട്ട് ചൂസ് ചെയ്യുന്നതാണ് അടുത്തത്. ആ കീബോർഡ് ലേഔട്ട് എന്നുള്ളടത്ത് വീണ്ടും റൈറ്റ് സൈഡ് ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പം ഈ iLeaf സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കീബോർഡ് ലേഔട്ടും വരും. അതിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള കീബോർഡ് ലേഔട്ട് ചൂസ് ചെയ്യുക. ഈ കേസിൽ നമ്മൾ ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ കീബോർഡ് ലേഔട്ട് ചൂസ് ചെയ്തു. ഇനി അവസാനമായിട്ട് ടു സെറ്റ് സ്ക്രോൾ ലോക്ക് ആൻഡ് സ്വിച്ച് കീ. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 3 കീ, ക്യാപ്സ് ലോക്കോ നമ്പർ ലോക്കോ സ്ക്രോൾ ലോക്കോ ഒക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ iLeafനകത്തും സ്ക്രോൾ ലോക്കാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതൊരു ഓപ്ഷൻ ബട്ടണാണ്. സ്ക്രോൾ ലോക്ക് എന്നുള്ള ഓപ്ഷൻ ബട്ടണിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അതിനകത്തൊരു ഡോട്ട് വരും. അതിൻ്റെ അർത്ഥം അപ്പോൾ സ്ക്രോൾ ലോക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒറ്റ സ്ക്രീനിൽ നമുക്ക് ഈ 4 തരം സെറ്റിങ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും, ഡീഫോൾട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റും, കീബോർഡ് ലേഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്വിച്ച് കീ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിപ്പം സെറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് ഇൻസ്ക്രിപ്റ്റ് ആണ് കീബോർഡ് ലേഔട്ട്. അപ്പം അടുത്ത ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട് നമുക്ക് എന്താണെന്ന് കാണാം. ഇൻസ്ക്രിപ്റ്റ് മലയാളം കീബോർഡ് ലേഔട്ട്. ഇതിനകത്ത് 2 രീതി യൂസ് ചെയ്യാം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെ യൂസ് ചെയ്യാം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ ചില മലയാളം ക്യാരക്ടേഴ്സ് വരും, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാത്തപ്പോൾ വേറെ ചില മലയാളം ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെയുള്ള കീബോർഡ് ലേഔട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെ, ഷിഫ്റ്റ് കീ നോട്ട് പ്രസ്ഡ് എന്ന കീബോർഡ് ലേഔട്ട്. അതിൽ സ്വരാക്ഷരങ്ങൾ പല അക്ഷരങ്ങളും മലയാള നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടുള്ളത്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട് ഷിഫ്റ്റ് കീ പ്രസ്ഡ്. അപ്പം ഈ 2 കീബോർഡ് സ്റ്റാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം. ഈ 2 കീബോർഡ് കോമ്പിനേഷൻ യൂസ് ചെയ്ത് എല്ലാ മലയാളം ക്യാരക്ടേഴ്സും നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് ഇത് വെച്ച് ടൈപ്പ് ചെയ്യുന്നത്? ഹൗ ടു ടൈപ്പ് മലയാളം. നമ്മൾ നേരത്തെ ഇതിൻ്റെ എഡിറ്റർ ഫെസിലിറ്റി നോക്കിയാണ്. അതിൽ നേരത്തെ അതേ സ്ക്രീൻ ഒന്നും കൂടി എടുക്കുന്നു. ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് ഓൺലൈൻ കീബോർഡ് ഉണ്ട്, താഴെയായിട്ട് ടൈപ്പിംഗ് ഏരിയ ഉണ്ട്. ഓൺ സ്ക്രീൻ മലയാളം കീബോർഡും ടൈപ്പിംഗ് ഏരിയയും, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഒന്നുകിൽ ഓൺ സ്ക്രീൻ മലയാളം കീബോർഡിൽ ഓരോ കീ മൗസ് യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്ക്രിപ്റ്റിൻ്റെ കീ കോമ്പിനേഷൻ അറിയാമെങ്കിൽ, അതാണ് മോർ കോമൺ, ഇൻസ്ക്രിപ്റ്റിൻ്റെ കീ കോമ്പിനേഷൻ അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് iLeafനകത്ത് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.